സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇനി ആരും സൂത്രം കാണിച്ചാ ആരും ഞെട്ടരുത്. അതായത് നമ്മുടെ അനുമോളും നെവിനും തമ്മിൽ ഭയങ്കരമായ ഒരു വഴക്ക് നടക്കുന്ന പ്രൊമോ വന്നിരിക്കുന്നു. അതായത് അനുമോള് ജിസേലിന്റെ ദേഹത്ത് ലിപ്സ്റ്റിക്ക് തോണ്ടിയെടുക്കാൻ വേണ്ടി ചുണ്ടില് ഒരു ടിഷ്യൂ വെച്ച് തൊട്ടു. പിന്നെ കൺസെന്റ് ഇല്ലാതെ തൊടുന്നത് തെറ്റാണ്. അതിന് പകരം ജിസേല് പിടിച്ചു നല്ലൊരു തള്ള് അനുമോളെ തള്ളുകയും. കച്ചറ പിള്ളേരാ, അലമ്പ്, ഇത്ര അലമ്പ് പിള്ളേരെ എന്റെ കരിയർ ഞാൻ. ഈ വിഷയത്തില് ഉടനെ തന്നെ നമ്മുടെ നെവിൻ പറയാണ്, അനുമോള് ഫിസിക്കൽ അസോൾട്ട് ചെയ്തു, അനുമോളെ പുറത്താക്കിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യാം. അഹങ്കാരം ഞങ്ങൾ സഹിക്കില്ല. എന്തിനാണോ ഇങ്ങനെയുള്ളതിനൊക്കെ ഉണ്ടാക്കുന്നത്? ഒന്നുകിൽ ഞാൻ ഇല്ലെങ്കിൽ അവൾ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നെവിൻ സ്വയം ചാവേറായെന്നോ ഇരിക്കുന്ന കൊമ്പ് മുറിച്ചു കളഞ്ഞെന്നോ പറഞ്ഞു. ഗ്രൗണ്ടിൽ കിടന്ന് ഷോ കാണിക്കുമ്പോൾ ആലോചിക്കണായിരുന്നു. നെവിൻ എന്താണ് അല്പം മുൻപ് ക്യാമറയുടെ മുന്നിൽ വന്ന് പറഞ്ഞത്? ഞാൻ ഈ ഷോയിൽ ക്വിറ്റ് ചെയ്ത് പോയിക്കോളാം എന്ന് ഞാൻ പറഞ്ഞു. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. എടാ രാജേന്ദ്ര, നിന്റെ ഈ ആഴ്ചത്തെ വാരഫലം വളരെ മോശമാണ്. അതാണ് തീരുമാനമെങ്കിൽ പുറത്തു പോവാനായി പ്രധാന വാതിൽ തുറന്നു. പിന്നെ ചെക്കന്റെ സ്വഭാവം കേട്ടിടത്തോളം അടിയായിരുന്നു ഇങ്ങനെ ടൈപ്പ്. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. യെസ് ബിഗ് ബോസ്, ആ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും. ദോഷം അത്ര നിർബന്ധമാണ്. ഞാൻ തരാം വണ്ടിക്കൂലി, വേഗം സ്ഥലം. ദാസാ, ഈ ചെക്കൻ എനിക്ക് നേരത്തെ ഇഷ്ടമല്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? അനുമോളെ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഷോ ഇറക്കി സ്വയം നെവിൻ മണ്ടനായിട്ട് ആ പുറത്തു പോയിരിക്കുകയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിലും ഭേദം സസ്പെൻഷനോ തരംതാഴ്ത്തലോ ആയിരുന്നു. നെവിൻ അങ്ങനെ പോണോന്നുമില്ല. നെവിൻ വിചാരിച്ചു നെവിൻ പുറത്ത് ഭയങ്കര ഹിറ്റാണ്. അപ്പൊ ബിഗ് ബോസ് അങ്ങ് അനുവിനെ ഈ പേരും പറഞ്ഞ് പുറത്തിറക്കി വിട്ടു. അതായത് ജിസേല് പോലും പറയാത്ത ഡയലോഗ് അടിച്ച് ഓവർ ഷോ ഇറക്കി വെറുതെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കളഞ്ഞു കുടിച്ചു എന്ന് തന്നെ പറയാം. അല്ല, അതിൽ എനിക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ ഷോയിൽ ക്വിറ്റ് ചെയ്ത് പോയിക്കോളാം എന്ന് ഞാൻ പറഞ്ഞു. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.